ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. എന്നാൽ അതിനേക്കാളും പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഇത് തികച്ചും ഞങ്ങളുടെ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. വേണമെങ്കിൽ എന്നല്ല, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ എലക്ഷൻസ് ഈയിടെ കഴിഞ്ഞു. ഇനിയും കുറേ സ്റ്റേജസ് ബാക്കിയുണ്ട്. എന്നാലും കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞു എന്നതാണ്. വോട്ട് പെർസെൻറ്റേജ് കുറയാനായിട്ട് പല കാരണങ്ങളുണ്ടാവാം. ചൂടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് ഫാക്ടേഴ്സ് ഉണ്ടാവാം, താല്പര്യമില്ലായ്മ ഉണ്ടാവാം, അങ്ങനെ പലതും ഉണ്ടാവാം. പക്ഷേ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് തന്നെ ഞങ്ങൾ പറയും. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ റൈറ്റാണ്. ആ റൈറ്റ് വിനിയോഗിക്കുക തന്നെ വേണം. പക്ഷേ ഈ വോട്ട് ചെയ്യാത്തവരെ കുറ്റം പറയാനും ഞങ്ങൾ തയ്യാറല്ല. അതിന് കാരണങ്ങളുമുണ്ട്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ വോട്ടിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അതുകൂടാതെ നമ്മളിന്ന് പ്രതിപാദിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന നോട്ട, അതായത് നൺ ഓഫ് ദ എബോവ് എന്ന് പറയുന്ന ഓപ്ഷനും ഇതിലുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ആരിലും വിശ്വാസമില്ല, അല്ലെങ്കിൽ ആരും നമ്മുടെ ഭാവിക്ക് വേണ്ടി പ്രയോജനമുള്ളവരല്ല എന്ന് കരുതി നോട്ട എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ നോട്ട സെലക്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം അതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് എന്താണ്? നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഉള്ളൊരു ഇമ്പാക്റ്റ് വരണ്ടേ? ആ ഒരു ഇമ്പാക്റ്റ് വരുത്താനായിട്ട് നോട്ടയെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കേണ്ട ആവശ്യമില്ലേ? ഞാൻ പോയിട്ട് നോട്ട എന്ന് പറഞ്ഞ ഓപ്ഷൻ കുത്തുകയാണെങ്കിൽ ആ നോട്ട എന്ന് പറയുന്ന ഓപ്ഷൻ 50% കൂടുതലുണ്ടെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ, നമ്മൾ ഉറപ്പായും അതിനെപ്പറ്റി റീതിങ്ക് ചെയ്ത് ആ നൺ ഓഫ് ദി എബോവ് എന്ന് പറയുന്ന ആ ഒരു സംഗതി പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടതല്ലേ? അതായത് ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ ആരെയും ഇഷ്ടമല്ല, ഈ ഒരു കാൻഡിഡേറ്റ്സിനെ ഇഷ്ടമല്ല. അങ്ങനെ വന്നിട്ട് നമുക്കൊരു പുതിയ ഇലക്ഷനിലേക്ക് പോകുന്നതല്ലേ ഏറ്റവും നല്ലത്? അതായത് ആ സെറ്റ് ഓഫ് കണ്ടസ്റ്റൻസിന് പിന്നീട് ഒരിക്കലും മത്സരിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ജനങ്ങളുടെ വിധി എഴുതുന്നത് നൺ ഓഫ് ദി എബോവ് ആണ്. അതായത് മുകളിലുള്ള ആരെയും വേണ്ട. അപ്പോൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നവരും പാർട്ടി ബേസ്ഡായിട്ട് മത്സരിക്കുന്നവരും പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് പുതിയൊരു ഇലക്ഷൻ നടത്തി അവിടെ നിന്ന് റിസൾട്ട് കണ്ടുപിടിക്കുന്നതല്ലേ ഉചിതം. ചിലപ്പോൾ അതിനൊക്കെ പ്രാക്ടിക്കൽ ഡിഫറൻസസ് ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന നോട്ട എന്ന് പറയുന്നൊരു കാര്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നായിട്ട് മാറുന്നത് അപ്പോഴാണ്. നോട്ടയ്ക്ക് പവർ വേണം. ഇന്നത്തെ നോട്ടയ്ക്ക് പവറില്ല. ഇന്ന് നമ്മളിൽ പലരും, വോട്ട് ചെയ്യാത്ത പലരും ഉണ്ടാവും. അവരെല്ലാം ചിലപ്പോൾ നോട്ട സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് പോകുന്നവർ തന്നെ ആയിരിക്കും. കാരണം ചിലവർക്ക് ചില പാർട്ടികളോട് സ്നേഹം കാണും, അല്ലെങ്കിൽ മറ്റു ചിലർക്ക് ആൾക്കാരെ നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യുന്നത്. വ്യക്തിപ്രഭാവമാണ് ചിലരെ വോട്ടിലേക്ക് നയിക്കുന്നത്. മറ്റു ചിലർക്ക് ഡെവലപ്മെൻറ്റാണ് വോട്ടിലേക്ക് നയിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് പറയാൻ പറ്റാത്ത പല ഫാക്ടേഴ്സും അവിടെ വരുന്നുണ്ട്. അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒട്ടനവധി ഫാക്ടേഴ്സ് ഉണ്ട് വോട്ട് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിലെ ഭരണത്തെ നിർണ്ണയിക്കുന്ന ഒരു ഇലക്ഷന് നോട്ട സ്ട്രോങ് ആക്കുക തന്നെ വേണം എന്നതാണ് നമ്മുടെ അഭിപ്രായം. അതായത് നോട്ടയെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി നോട്ട ഒരു മെയിൻ പ്ലെയർ ആവണം. അപ്പോഴാൾക്കാരും കണ്ടസ്റ്റൻ്റൊക്കെ കുറച്ചുകൂടെ ക്രെഡിബിൾ ആവും. അവർക്ക് കുറച്ചുകൂടെ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യാനായിട്ട് തോന്നും. കാരണം ഒരു പേടി വരും. കാരണം നമ്മളെ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഭരണപക്ഷത്തായിരുന്നാലും പ്രതിപക്ഷത്തായിരുന്നാലും ആരായിരുന്നാലും ഇവർ നാളെ നമുക്ക് വോട്ട് ചെയ്യില്ല. അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോഴത്തേക്കും എല്ലാവരും കുറച്ചെങ്കിലും ഡെവലപ്മെൻറ്റ് നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ആൾക്കാർക്ക് കുറച്ചുകൂടെ പ്രയോജനം അതിൻ്റെ ലഭിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും അക്കൗണ്ടബിൾ ആയിരിക്കും ആൾക്കാരുടെ അടുത്ത്. ഇപ്പോൾ ജയിച്ചു പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ അടുത്ത് അക്കൗണ്ടബിൾ അല്ല. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ജയിച്ച് മുന്നോട്ട് പോവാം. കാരണം നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റു പലത് നേരത്തെ ഞാൻ എടുത്തു പറയാത്തതെന്ന് പറഞ്ഞാൽ അതിൽ റിലീജിയനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറയാത്തത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഡെവലപ്മെൻറ്റാണ് ഫാക്ടറിങ്ങൾ. അത് കണ്ടുകൊണ്ട് ആൾക്കാർ വോട്ട് ചെയ്യും. പക്ഷേ നമ്മളിവിടെ ഫാക്ടേഴ്സ് പലത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ശരിയായിട്ട് ഒരാളാണോ അടുത്ത് സെലക്ട് ആവുന്നതെന്ന് നമുക്ക് ഉറപ്പില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ നോട്ട എന്ന് പറയുന്ന ഫാക്ടർ വലിയൊരു ഫാക്ടറാണ്. കാരണം വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു നല്ലൊരു പങ്കും ഈ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്. ആരെയും ഇഷ്ടമില്ലാത്തത് കൊണ്ടാവണം. നമുക്കത് അസർട്ടൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ കൂടിയാണ്. നമുക്ക് ആരെയും കടന്നങ്ങ് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഉപകാരം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അതുകൂടാതെ തന്നെ ഈ വീഡിയോ വന്നതിന് ശേഷം, അതായത് ഈ വീഡിയോ ഇടുന്ന ദിവസം നമ്മൾ മറ്റൊരു പോളും ഇടുന്നതായിരിക്കും. വൈകുന്നേരമായിരിക്കും ആ പോൾ ഇടുന്നത്. വീഡിയോ രാവിലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക. വളരെ നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. വളരെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ എങ്ങനെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ആ ഒരു ഇലക്ഷനെ നമുക്ക്
മറ്റൊരു തലത്തിലേക്ക് ഉയർത്താം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കമൻസിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊരു വീഡിയോ ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, എന്തായാലും ഇലക്ഷനൊക്കെ നടക്കുകയല്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള രീതിയിൽ രേഖപ്പെടുത്തണമെന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഡിസ്കഷൻ ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സാലിഹ എന്നോടൊപ്പം സ്റ്റാച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രിസ് കേരള.